നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വി സതീശനെ വിശേഷിപ്പിച്ച സലീം കുമാർ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ പ്രായവും പദവിയും മറന്ന് തേജോവധം ചെയ്തു എന്ന് തന്നെ പറയാം. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രമേശ് പിഷാരടിയെ കോമാളി എന്ന് വിശേഷിപ്പിച്ച തോമസ് ഐസക്കിനും കണക്കിന് കിട്ടിയിട്ടുണ്ട്. കലാകാരന്മാരെ ബഹുമാനിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ പുറത്തു വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ ഉറപ്പായും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് സലീം കുമാർ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമത്രേ. തനിക്ക് മത്സരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ അത് സാധ്യമാകുമായിരുന്നുവെന്നാണ് സലീം കുമാർ പറയുന്നത്. നിലപാടുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന VD സതീശന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നിലപാടുകളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന VM സുധീരനാൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. അതിനൊരു സാക്ഷിയായി ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിച്ചതിന് വളരെ കൃതാർത്ഥനാണ്. VM പറഞ്ഞതുപോലെ അദ്ദേഹമാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തുടർച്ചയായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വർഷങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ ഒരു അംശം എനിക്കുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. രണ്ട് കഥകൾ പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. 5-6 മാസം മുൻപ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ എന്ന് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ, കേരളം ഇതെന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകും. അപ്പൊ എനിക്ക് സംശയം വന്നു, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ ഈ പയ്യൻ? ഞാൻ അങ്ങനെ പയ്യനെ അന്വേഷിച്ചു ചെന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഊളംപാറ മാനസിക ആശുപത്രിയിലായിരുന്നു. ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടു കിടത്തിയത്? അല്ല, സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പൊ ഈ കേരളം കണ്ട് അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ അവന് കുഴപ്പമുണ്ട് എന്ന് മനസ്സിലായില്ലേ? കറണ്ടൊക്കെ അടുപ്പിച്ച് ഇപ്പോ ആള് തിരിച്ചുപോയി. 1 മാസമേ ആയിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. P രാജീവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു വ്യവസായി വരുന്നുണ്ട് കേരളത്തിൽ പണം മുടക്കാൻ. മുഖ്യമന്ത്രി വിചാരിച്ചു വളരെ നിസാരമായിട്ടുള്ള പൈസ മുടക്കാൻ വേണ്ടി വന്നതാണെന്ന്. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയൂല, പുള്ളിക്ക് പേരും അഡ്രസ്സും ഒന്നുമില്ല. അപ്പോ ആ വ്യവസായി വന്നു. എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഞെട്ടി. എന്തുകൊണ്ടാണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്രേ, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുമുള്ള ഒരു സ്ഥലം എങ്ങുമില്ല. ആന്തൂർ സാജനെ പോലെയുള്ളവരെയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പൊ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാളെ അന്വേഷിച്ചു ചെന്നു. നമ്മുടെ അമേരിക്കൻ പയ്യൻ കിടന്ന തൊട്ടപ്പുറത്തെ വാർഡിൽ അയാളും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ തള്ള്. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ള്. നിങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്, മെസ്സി വരും കേട്ടോ, മെസ്സി ഇവിടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് TV-യിൽ കോമഡി ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല പല വാഗ്ദാനങ്ങൾ. മെസ്സി ഇവിടെ ഇന്ത്യയിൽ വരെ വന്നു, ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്നു, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിയോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം? താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്നു, ഡൽഹിയിൽ വന്നു, ഞങ്ങളുടെ കേരളത്തിൽ വരാത്തത് എന്തുകൊണ്ടാണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ എന്നോട് വേറൊന്നും വിചാരിക്കരുത്, കേരളത്തിലുള്ളവരോട് ഒരു ദേഷ്യവുമില്ല എനിക്ക്. ബട്ട് എന്റെ ബാലൻഡിയോർ പുരസ്കാരമുണ്ട്. ബാലൻഡിയോർ പുരസ്കാരം അറിയാമല്ലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണത്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പസ്വാമിയുടെ സ്വർണം കട്ട് ഇവിടെ എന്റെ ബാലൻഡിയോർ വെറുതെ വയ്ക്കുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് LDF അല്ലാതെ? അങ്ങനെ ഇത്രയും പരാമർശങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ട്രെൻഡിങ് ആവുകയാണ് സലീം കുമാർ.